നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മളെ ഇന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ വാരണാസിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ഘട്ടവും നടന്ന് കാണാനുള്ള പ്ലാനിലാണ്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് പോവാൻ കേട്ടോ. റോഡ് സൈഡിൽ തന്നെ ഇല്ല, മെയിൻ റോഡിൽ. ഇപ്പോൾ മസികെട്ടിൻ്റെ അടുത്തുള്ളത്. മസികെട്ടിൽ നിന്ന് നേരെ നടന്നിട്ട് ഫുള്ള് എല്ലാം കവർ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്ത്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ, ഒട്ടുക്കത്തെ ചൂടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നല്ലൊരു മഴ പെയ്ത്. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇനിയുള്ള കാഴ്ചകൾ, നല്ല നല്ല കാഴ്ചകളെല്ലാം കൂടിയിട്ട് ഞാൻ ഒരു നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, എല്ലാ കാട്ടിലും നടന്നിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ സന്ദീപും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ അസ്സിഘട്ടിൻ്റെ അടുത്തില്ലേ, നേരെ അസ്സിഘട്ട് പോവാം. അസ്സിഘട്ട് വഴി നേരെ നമുക്ക് ബാക്കിയുള്ള കാട്ടിലേക്ക് പോകാം കേട്ടോ. കുറച്ച് നടക്കാനുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, എല്ലാം നടന്ന് കാണാം. അതാണ് അതിൻ്റെ ഒരു രസം. ഇതാണ് കുരുക്ഷേത്ര കുണ്ട് എന്ന് അറിയപ്പെടുന്ന സ്ഥലം കേട്ടോ. ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു കുളമാണ്. വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. മീനെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. മഴ പെയ്തുകൊണ്ട് ഇന്ന് ചൂട് നല്ല കുറവുണ്ട് കേട്ടോ, നല്ല തന്നെ. കാരണം രണ്ട് ദിവസമല്ല, നമ്മളൊരു 4 ദിവസമായി ഇവിടെ. 4 ദിവസമായിട്ട് ഇങ്ങനെ തണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ ചൂട് എന്നെല്ലാം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മഴ പെയ്താൽ മതി, നല്ല വെള്ളപ്പൊക്കം, വെള്ളം നല്ലോണം കെട്ടി കിടക്കുന്നുണ്ട്, കച്ചറ വെള്ളമാണ്. പിന്നെ ഇവിടെ ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, അത്രയും ഓൾഡ് സിറ്റി അല്ലേ. ഇന്ത്യയിലെ അത്രയും പുരാതനമായ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം സ്ഥലമില്ല, ഫുള്ള് കൺജസ്റ്റഡാണ്. നമുക്കൊരു എന്താ പറയുക, ചില കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണമെങ്കിൽ തന്നെ നടക്കാൻ തോന്നില്ല. വണ്ടി തന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഞാനാ വേണ്ട മെയിൻ റോഡിൽ വെച്ചിട്ടാണ് വന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ എല്ലായിടത്തും നോ പാർക്കിങ് പോലീസ് ഫൈനടിച്ച് കൊണ്ടുവരും. അതിലും ബെറ്റർ അവിടെ വെക്കുന്ന. അങ്ങനെ നമ്മളെ ഫസ്റ്റ് അസ്സിഘട്ടിലെത്തിട്ടോ. അസ്സിഘട്ടിൻ്റെ ഐക്കോണിക് ഫ്രെയിം ആട്ടോ. മഴ പെയ്തിട്ട് അത്യാവശ്യം നല്ല ചളിയാട്ടോ. താഴോട്ടെല്ലാം നല്ല ചളിയാണ്. അസ്സിഘട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഗംഗാമഹൽ ഘട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ രേവാഘട്ട്. അങ്ങനെ നീണ്ട് കിടക്കാണ്, അങ്ങനെ നമ്മൾ നടക്കേണ്ടി വരും കേട്ടോ. വൈകുന്നേരം ആരതിയെല്ലാം നടക്കുന്നത് ഇവിടെ കേട്ടോ. എന്താ അവിടെ കുറേ കുറ്റി പോലെ കണ്ട, അവിടെയാണ് ആരതി നടക്കുന്നത്. നമുക്ക് ആരതി ഇവിടുന്നോ അപ്പുറത്തുനിന്ന് എഴുന്നാന്ന് വെച്ചാൽ നോക്കട്ടെ, വൈകുന്നേരത്തെ ഇതുപോലെ ഇരിക്കും. വന്നിട്ട് ആരതി കാണണം. എന്തായാലും മുന്നോട്ട് നടക്കാം. നല്ല കിട്ടില്ല പോലത്തെ വ്യൂകൾ ഇഷ്ടമല്ല കേട്ടോ. എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. ഇവിടെ ആൾക്കാർ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തുളസിഘട്ട് കഴിഞ്ഞു. ഘട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ അടുത്ത ഘട്ട് വരും കേട്ടോ. ടോട്ടൽ നമുക്ക് 88 ഘട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 നമ്മൾ ബോഡിയെല്ലാം തയ്പ്പിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. ബാക്കി 86 കർമ്മങ്ങൾ, കാര്യങ്ങൾ, നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ആൾക്കാർ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടുത്തത് ജാനകി ഘട്ട് കേട്ടോ. നമ്മളൊന്ന് നടന്നാൽ തീരുന്നേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ബോട്ടിങ് ചെയ്യാൻ കേട്ടോ. ബോട്ടിങ് മസ്റ്റാണ് ഇവിടെ, കാരണം അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും. അടുത്തത് മാതാ ആനന്ദമയി ഘട്ട് കേട്ടോ. എല്ലാവരും ബോട്ടിങ്ങിന് പോകണ്ടെന്നാണ് ചോദിക്കുന്നത്. ബോട്ടിങ് ഇവിടെ അടിപൊളിയാണ്. നല്ല കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ.
ഇവിടെ ജൈൻ ഘട്ടാണ്. ഇവിടെ ഒരു മന്ദിരം കേട്ടോ. ജൈൻ മന്ദിരാണോ അറിയില്ല. അവിടെ കയറണമെങ്കിൽ പണിയാണ്. കോണികളെല്ലാം വെച്ചിട്ടാണ്, നല്ല രസമുണ്ട്, അടിപൊളി. അടുത്ത നിഷാദ് രാജ്ഘട്ട്. ഇങ്ങനെ നടന്ന് നമുക്ക് ആ എൻഡ് വരെ എത്തണം കേട്ടോ. അത്യാവശ്യമുണ്ട്. നമ്മൾ ഇന്നലെ രാവിലെ കുറച്ച് നടന്നതാണ്. കാണാതിരിക്കുന്നത് അങ്ങനെ പോയതാ. അതിൻ്റെ എൻഡ് വരെ പോകണം നമുക്ക്. അപ്പോഴൊക്കെ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആവും കെട്ട്. അടുത്തത് അപ്പുറം പോകും കെട്ട്. കെട്ടുകളെ പിന്നെ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു ഘട്ടമായി. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം വൃത്തി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ എന്താ പറയുക, അത് ഒരാളുടെ മൈൻഡ് സെറ്റ് പോലെയാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു ഇതാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണിപ്പോൾ. അവരുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പോയിട്ട് തണുപ്പ് കാലത്ത് ഒന്നും കൂടി ഞാൻ എന്തായാലും വരും. ചേർസി കേട്ടോ അടുത്തത്. നല്ലൊരു രസമുള്ള വ്യൂ ആണ്. നിരഞ്ജനി ഘട്ട്. നല്ല നല്ല പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ചില ആൾക്കാർ വരച്ച് വെച്ചത്. എവിടെയൊക്കെ ഇനി കാണാനുള്ള സൗന്ദര്യമുണ്ട്. അടുത്തത് ശിവാല ഘട്ട കേട്ടോ. ഇവിടെ ജസ്റ്റ് ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാരെ കുറച്ച് അധികം കാണുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. എല്ലാവരും കർമ്മം ചെയ്യാനൊക്കെ വരുന്നത് കേട്ടോ. ഇപ്പോഴത് ഹനുമാൻ ഘട്ടിലാണ് കേട്ടോ. ഇവിടെയെല്ലാം നല്ല അത്യാവശ്യം നല്ല പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാമേശ്വർ ഘട്ട് എന്നാണ് ഇത് ഒറിജിനലായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാശി യാത്ര, ശ്രീരാമ കാശി യാത്രയിൽ വന്ന സമയത്ത് ഇവിടെ ശിവലിംഗം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ സമയം വരെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ലേറ്റർ റീനെയിംഡ് ആഫ്റ്റർ ഹനുമാൻ ടെമ്പിൾ ബിൽഡ്. ഓക്കെ, രാമേശ്വർ ഘട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിനുശേഷം പിന്നെ ഇവിടെ പിന്നെ ഹനുമാൻ ടെമ്പിൾ സ്ഥാപിച്ചതിന് ശേഷം പേര് മാറ്റിയതാട്ടോ. ഇവിടെ വരെ നമ്മൾ ഇന്നലെ രാവിലെ ഇവിടെ മുതൽ അങ്ങോട്ടാണ് നടന്നത് കേട്ടോ. ഇന്നലെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്ന ഒരു ഘട്ടിൽ പിന്നെ ഒന്നാണിത്, ഹരിചന്ദ്രഘട്ട്. ഓക്കെ, ഇവിടെ
എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ ഇന്നലെ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രകെട്ട് കഴിഞ്ഞത് ലാലികെട്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലമാട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ പിടിക്കാത്തത്. അവർ കുടിക്കുകയൊക്കെ ചെയ്യുന്നില്ല. ഇവിടെയാണ് ഡെഡ് ബോഡി തേക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, ഇനി ഒരു ഘട്ടം കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ ഇന്നലെ വന്ന കേട്ടോ, കേദാർ ഘട്ടെല്ലാം. ഇവിടെ അത്യാവശ്യം കുറേ ആൾക്കാർ കർമ്മം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കുളമുണ്ട്. കുളത്തിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നല്ല വെയിലായി തുടങ്ങി കേട്ടോ. രാവിലെ മഴ പെയ്തതിൻ്റെ ഒരു തണുപ്പൊക്കെ പോയി. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങി. നല്ല ചൂടുണ്ട്. സ്വാമിമാരിൽ ഇരിക്കുന്നുണ്ട്. രാവിലെ അടിച്ച് കിളി മാറിയിരിക്കുമായിരിക്കും. കുടിവെള്ളം കാര്യമല്ല, അടിയിടയ്ക്ക് ഉണ്ട് കേട്ടോ. അത് നല്ല കാര്യമാണ്. കുറേ ആൾക്കാർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തെന്താ നാരത്ത് കെട്ടോ. ഇവിടുന്ന് കുറേ ആൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് പോയി നോക്കാട്ടോ. ഇപ്പോൾ ഉള്ളത് രാജാ കെട്ടോ. ഇവിടെയെല്ലാം ഞാൻ ഇന്നലെ ഓൾറെഡി വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഇതിന് മുന്നിൽ തന്നെ ഒരു വീഡിയോ എടുത്ത് കാണട്ടോ. അതിനകത്ത് ഇവിടുത്തെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സെയിം സാധനം പിന്നെ എടുക്കണ്ടല്ലോ, കാരണം ഇനി ഇഷ്ടംപോലെ കാട്ടുകൾ കാണാനുണ്ട്. അടുത്ത ഘട്ടത്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ഇന്നലെ കവർ ചെയ്ത സ്ഥലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തോണിയെല്ലാം കണ്ടോ, പഴയത് ദ്രവിച്ചിരിക്കുന്നു. സന്ദീപ് ഇതാ ഫോട്ടോ എടുത്ത് നടക്കുന്നുണ്ട്. അടുത്ത ചൗസത്തി ഘട്ടാണ്. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. ഞാൻ വന്ന സീസൺ വളരെ റോങ്ങാണ് ഇവിടെ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ബന്ധു ഇഴുകുന്നു അറിയില്ല, അതുപോലത്തെ ചൂടാണ്. ഒരു രക്ഷയില്ല. വളർത്തുന്ന കുറങ്ങനെ കേട്ടോ. അതിന് കെട്ടിയിട്ടാണ്, അതിനെ തുണിയെല്ലാം ഇട്ട് പുറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ടാളടുത്ത് കുറങ്ങനെ കണ്ടോ. ഉണ്ടോ എന്താ എനിക്കറിയില്ല. ശീതള കെട്ടില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. മുട്ടയടിക്കുന്നുണ്ട്. ആൾക്കാർ മുട്ടയടിക്കുന്നു, കുളിക്കുന്നു, ബോട്ടിങ്ങിന് പോകുന്ന ആൾക്കാർ, കർമ്മം ചെയ്യാനുള്ള കർമ്മികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. ഓക്കെ,
ഇവിടെയും മറ്റേ ആരതി നടക്കുന്നുണ്ട് കേട്ടോ. ആരതി നടക്കുന്ന മെയിൻ സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇവിടെ വന്നിട്ടാണ് ആരതി കാണാൻ ഇതിൻ്റെ പരിപാടി. അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, തേങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ, നല്ല ക്രൗഡാണ്. രാജേന്ദ്ര പ്രസാദ് ഗട്ട്. ആൾക്കാർ കൂടുമ്പോൾ നല്ലൊരു ഓളം ഉണ്ട് കേട്ടോ. മെയിൻ കാര്യം വൃത്തി കുറവാന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മസാല ദോശ ഒരു വട അടിച്ച്, ചെറിയ പൈസയുള്ളൂ, 30 റുപ്യ 40 റുപ്യ, ഇതിൻ്റെ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇവിടെയാണ് മറ്റേ മന്ദിരം ഉള്ളത്, ഇതിൻ്റെ ബാക്കിലാണ്. ഞാൻ കയറുന്നില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ സാധനങ്ങളെല്ലാം അവിടെ വെക്കണം ലോക്കറിൽ. എനിക്ക് അമ്പലമൊന്നും കാണാൻ വലിയ താല്പര്യമില്ല, എന്തായാലും ബാക്കി നടന്ന് കാണാം. നമ്മളിതാ ഇപ്പോൾ ഉള്ളത് മൻമഹൽ ഘട്ടാട്ടോ. ഇത് ആർക്കിയോളജിക്കൽ സർവേൻ്റെ അണ്ടറിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പം നല്ല പഴക്കമുണ്ടാകും കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ഫുൾ മാർക്കറ്റ്. നല്ല ചൂട് കേട്ടോ, കരിഞ്ഞു പോകുന്ന ചൂടാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കയറിക്കോട്ടോ സൈഡിൽ. അടുത്ത വരാഹി ഘട്ട്. എല്ലാവരും ആൾക്കാരുണ്ട് കേട്ടോ, ആൾക്കാർ കുളിക്കുന്ന. ഒറിജിനൽ രുദ്രാക്ഷം കിട്ടും കേട്ടോ. 6 100 റുപ്യക്ക് വേണോ? 6 100. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ശ്രീ തീർത്ഥ പുരോഹിത് രാംകുമാർ ആൻഡ് സൺസ്, ത്രിപുർ ഭൈരവി ഘട്ട്. ഭൈരവി കേട്ടോ, സോറി, ഭൈരവി. പേരിലൊന്നും കാര്യമില്ല, പര ഘട്ടാണ്. പിന്നെ നല്ല ചൂട്, വെയിൽ എന്നെല്ലാം പറഞ്ഞാൽ നല്ല വെയിലാണ്. ഇതാ ലളിത ഘട്ട്. ഇവിടെയാണ് മറ്റേ നേപ്പാളി ടെമ്പിൾ കേട്ടോ. അകത്ത് കയറണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് പോകണം, ഇതിലെ കൂടെ കയറാൻ പറ്റില്ല. ഓപ്പോസിറ്റ് പോയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മണികർണിക എത്തി കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഫേമസ്, നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ ഘട്ടമാണ് കേട്ടോ. നമ്മളെ ഡെഡ് ബോഡിയെല്ലാം പിന്നെ ഇത് ചെയ്യുന്ന 2ാമത്തെ ഘട്ടമാട്ടോ ഇത്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അഡ്ജസ്റ്റ് ആവണമെന്നില്ല, സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഏറ്റവും മാനസികമായിട്ടൊരു പ്രശ്നം വരുന്നത് ഇവിടെ വരുമ്പോൾ ആയിരിക്കും കേട്ടോ. ഈ ഒരു ഘട്ടത്തിലായിരിക്കും ചിലപ്പം കുറച്ച് മനക്കെട്ടി ഇല്ലാത്ത ടീമിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നം വരും. കാരണം അങ്ങനെയാണ്, ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെയാണ്. ഡെഡ് ബോഡിയിൽ ഇങ്ങനെ കത്തിക്കുന്നതാണെന്ന് നമുക്കൊരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ട്, അതിപ്പോഴത്ത് കത്തി. ഇവിടെ അങ്ങനെയാണ്. പിന്നെ കത്തുന്ന സ്മെല്ല് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പഠിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഒരു മന്ദിരമുണ്ട്,
അങ്ങോട്ട് നോക്കി ഞങ്ങൾക്ക് കാണാം ഫുള്ള് ശവം തയ്പ്പിക്കാനുള്ള വിറക് കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ. ഈ ഘട്ട് ഫേമസ് ഇതിന് തന്നെയാണ്. സന്ധ്യ ഇവിടെ സൈഡ് അയക്കുന്നുണ്ട് കേട്ടോ. ചെക്കൻ വെയിലുകൊണ്ട് ക്ഷീണിച്ച്. ഇതാണൊരു കുളം. ഈ കുളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികമാണെന്നാണ് പറയല കേട്ടോ. നേരെ ഗംഗാ നദിയിലേക്കാണ് ഇതെന്നാണ് പറയുന്നത്. അതിനകത്ത് ഇറങ്ങി കുളിക്കാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പം കുളിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ലാന്ന് കേട്ടോ. ഇവിടെ തുറന്നിട്ടാണ് ഉള്ളത്. ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അതിനെ പറ്റിയുള്ള ജസ്റ്റ് ഒരു ബോർഡാണ് മണികർണിക ഗേട്ട്. കൊള്ളാട്ടാ, ഒരു പ്രത്യേക ആംബിയൻസ് ഉള്ളൊരു ഗേട്ടാണ്. അടുത്ത് കണ്ടത് നമ്മളൊരു ഫേമസ് ലസ്സി സ്പോട്ട് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ. നല്ല വെയിലാണ്. ലസ്സിയെല്ലാം കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. നല്ല വെയിലാണ്, തിരക്കൊന്നുമില്ല. വൈകുന്നേരത്തിനുള്ളിൽ കണ്ടു തീർത്താൽ മതിയല്ലോ. ഇവിടുത്തെ ഒരു ഫേമസ് ലസ്സി സ്പോട്ട് ഉണ്ട്. അങ്ങോട്ട് നടക്കാം കേട്ടോ. പോയി നോക്കട്ടെ. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. എന്താ അറിയില്ല, നോക്കാം. പോകുന്ന വഴിയെല്ലാം അടിപൊളി കേട്ടോ. വളരെ ഇടുങ്ങിയ ചെറിയ വഴികളാണ്. സൈഡിലൊക്കെ ചെറിയ ഷോപ്പ് വീടുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. വഴിയെല്ലാം ഇങ്ങനെ ചടി കേട്ടോ. ഏത് നിമിഷവും സ്ലിപ്പായി പോവുക. ഞാൻ കുറേ വട്ടമായി സ്ലിപ്പാവുന്നു. വളരെ പതുക്കെ നടക്കുകയാണ് കേട്ടോ. വിച്ച ഇല്ലെങ്കിൽ താഴെ കിടക്കും. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിട്ടോ. ബ്ലൂ ലസ്സി ഷോപ്പ്. ഇവിടെ വന്ന് കഴിച്ചവരെ എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ ഇവിടെ ഉണ്ടാവും. ഒരുവിധം എല്ലാവരും എഴുതിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ചെടുത്ത ഭയങ്കര ചൂട് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ചത്ത്. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോവാണ് വണ്ടീൻ്റെ അടുത്തേക്ക്. ഒരു 3 കിലോമീറ്റർ ടോട്ടൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഗംഗാരതീൻ്റെ കാഴ്ചകളായിരിക്കും കേട്ടോ. അപ്പോൾ അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.